നമസ്കാരം. ദ്വാരീ പ്രവിഷ്ടഃ സഹസാ തതഃ കിം ദൃഷ്ടഃ പ്രഭുഃ സ്മേരമുഖഃ തതഃ കിം കഥാ ശ്രുതാ ശ്രോത്രരസാ തതഃ കിം വ്യഥാ ന ശാന്താ ഇതി ജാഠരീയ. മന്നവേന്ദ്ര വിളങ്ങുന്നു പാടാൻ കൂട്ടാക്കാത്ത കവികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ദുഷ്പ്രഭുത്വത്തിനെതിരെ, സ്വേച്ഛാധിപത്യത്തിനെതിരെ ശബ്ദിച്ച കവികൾ. അത്തരമൊരു കവി കുറിച്ച വാക്കുകളാണ് ഞാൻ ചൊല്ലിയത്. അർത്ഥം കൂടിയൊന്ന് പരിശോധിച്ചാലും. ദ്വാരി സഹസാ പ്രവിഷ്ടഃ, രാജദ്വാരത്തിലൂടെ, രാജകവാടത്തിലൂടെ വേഗത്തിൽ കടക്കാൻ കഴിഞ്ഞു. ശിപായി തടഞ്ഞില്ല. തതഃ കിം എന്നാണ് ചോദ്യം. അതുകൊണ്ടെന്താ? ദൃഷ്ടഃ പ്രഭുഃ സ്മേരമുഖഃ തതഃ കിം. സ്മേരമുഖഃ പ്രഭുഃ ദൃഷ്ടഃ. മന്ദഹസിച്ചു നിൽക്കുന്ന തിരുമനസ്സിനെ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടെന്താ? കഥാ ശ്രുത ശ്രോത്രരസ തതഃ കിം. എൻ്റെ കഥ തിരുമനസ് കേട്ടാസ്വദിച്ചു. എങ്ങനെ? ശ്രോത്രരസ, കാതുകൾക്ക് ഇമ്പമാമാറ അദ്ദേഹം അത് കേട്ടിരുന്നു. തതഃ കിം, അതുകൊണ്ടെന്താ? കവി ഉപസംഹരിക്കുന്നു. വ്യഥാ ന ശാന്ത ഇതി ജാഠരീയ എന്ന്. ഇതി ജാഠരീയ വ്യഥാ ന ശാന്ത. ജാഠരീയമായ വ്യഥ, ജഠരം വയറിനെ കുറിക്കുന്ന വാക്കാണെങ്കിൽ ജാഠരീയ വയറു സംബന്ധിയായ വ്യഥ, നോവ്, വയറ്റ് നോവ്, വിശപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിശപ്പ് ശമിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടെന്താ? വിശപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? ഉപജീവന മാർഗം. ഉപജീവന മാർഗം സിദ്ധിച്ചില്ലെങ്കിൽ മേൽപ്പറഞ്ഞവ കൊണ്ട് എന്താവാനാണ്? എന്തു വിശേഷമാണുള്ളത്? കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു രാജാവിൻ്റെ, ഒരു ഭരണകർത്താവിൻ്റെ ഉദ്ദേശം അവിടുത്തെ പൗരന്മാര് ഉപജീവന മാർഗം അവർക്ക് സിദ്ധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയല്ലാതെ മറ്റെന്താണ്? അപ്പോൾ തിരുമനസ്സിനെ കാണാൻ കഴിഞ്ഞു. ശിപായി തടഞ്ഞില്ല. രാജകവാടത്തിലൂടെ സ്വൈരമായി സഞ്ചരിച്ചു. തിരുമനസ്സിനെ കണ്ടു. തൻ്റെ കഥ തിരുമനസ് കേട്ട് ആസ്വദിച്ചു. ഇതുകൊണ്ട് താൻ നിർവൃത്തിക്കൊള്ളണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മനസ്സില്ല എന്നാണ് ആ വിപ്ലവ കവിയുടെ പ്രസ്താവം. ഇത്തരം വിപ്ലവ കവികൾ പല മേഖലകളിൽ വിപ്ലവം പ്രസംഗിച്ചവർ, വിപ്ലവം പ്രവർത്തിച്ചവർ നമുക്കുണ്ടായിട്ടുണ്ട്. ബൈബിളിൽ അത്തരമൊരു വിപ്ലവകാരിയെ നമുക്ക് കാണാൻ കഴിയും. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, ഈശോയ്ക്ക് പോലും ജ്ഞാനസ്നാനം ചെയ്യിക്കാൻ സാധിച്ച സ്നാപക യോഹന്നാൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്നാപക യോഹന്നാൻ്റെ ചരിത്രം PC ദേവസ്യാസാർ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വധത്തിലേക്ക് നയിച്ച ചരിത്രം PC ദേവസ്യാസാർ മരുഭൂമിയിലെ ഗർജിതം എന്ന പേരിൽ ഒരു ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൗലിക കൃതിയായ ക്രിസ്തുഭാഗവതത്തിലും ദേവസ്യാസാർ സ്നാപക യോഹനസ്യ വധഃ എന്ന പേരിൽ ഒരു അധ്യായം നീക്കിവെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലെ ചർച്ചയ്ക്ക് വിധേയമാക്കുക. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തുഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. പ്രൊഫസർ PC ദേവസ്യാസാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും സംസ്കൃത അഭിമാനിയും കാഞ്ഞിരപ്പള്ളി രൂപത അംഗവും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തുഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ കാവ്യ വിനോദ് എന്ന ഗവേഷണ വിദ്യാർത്ഥി ഇന്ന് നമുക്കൊപ്പമുണ്ട്. കാവ്യയെയും ഈ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അച്ഛാ, നമ്മൾ ഇന്നും പതിവ് തെറ്റിച്ചില്ല. ഒരു ആമുഖം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡും ആരംഭിച്ചത്. നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു പ്രേക്ഷകരോട്. സ്നാപക യോഹനസ്യ വധഃ എന്ന പേരിൽ സ്നാപക യോഹന്നാൻ്റെ വധത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ദേവസ്യ ആസാർ വളരെ മനോഹരമായി വർണ്ണിക്കുന്ന ഒരു സർഗമുണ്ട്. 19-ാമത്തെ സർഗമാണ്. എനിക്ക് തോന്നുന്നു ബൈബിളിൽ വളരെ സംക്ഷിപ്തമായിട്ടാണ് ആ വിവരം നൽകിയിട്ടുള്ളത്. പക്ഷേ ദേവസ്യ ആസാർ തൻ്റെ ഭാവനയ്ക്ക് അനുസരിച്ച് ഒട്ടേറെ സംഗതികൾ ഇതിൽ ചേർത്തിട്ടുണ്ടെന്നും അസ്ഥാനത്തല്ല എന്ന് നമുക്ക് കാണാനും കഴിയുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ബൈബിൾ പശ്ചാത്തലം അച്ഛനൊന്ന് പറയണം. നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാമെന്ന് തോന്നുന്നു. 19-ാമത്തെ സർഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്നാപക യോഹനസ്യ വധഃ എന്നാണ് ഈ സർഗത്തിന് കവി നൽകിയ പേര്. ഞാൻ 1-ാമത്തെ ശ്ലോകം നമുക്കായി കാവ്യ ആലപിച്ചു തരും. അത് നേരിട്ട് നമ്മുടെ സ്നാപക മുനി എന്നാണ് കവി വിളിക്കുന്നത് സ്നാപക യോഹന്നാനെ. അദ്ദേഹം രാജാവിനെ നോക്കി സധീരം പറയുന്ന വാക്കുകളോടുകൂടിയാണ് ഈ സർഗം ആരംഭിക്കുന്നത്. ധാർമ്മികതയല്ല. നമുക്കറിയാം, ഹേരോദ് രാജാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ അപഹരിച്ചു, തൻ്റെ ഭാര്യയാക്കി തീർത്തു. അപ്പോൾ അതാണ് പ്രധാനമായും ഇവിടെ സ്നാപക മുനി എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാൻ ചോദ്യം ചെയ്യുന്നത്. ധാർമ്മികതയല്ല എന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം വിളിച്ചു പറയുന്നു. ആ വാക്കുകളോടുകൂടി ആരംഭിക്കുന്ന 1-ാമത്തെ പദ്യം കാവ്യ നമുക്കായിട്ട് ആലപിച്ചു തരും. ന ധർമ്മിയം ഭൂപ എന്നാരംഭിക്കുന്ന ആദ്യത്തെ ശ്ലോകത്തിലേക്ക്. ധർമ്മ്യം ഭൂപ എന്നും പറഞ്ഞാൽ തുടക്കം ഭയങ്കര ഗംഭീരം. അതെ 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 ഇതെന്നാ പറഞ്ഞേ, വലിയൊരു പഠന പറയുന്ന നമ്മളൊരു പടഫേരി മുഴങ്ങുന്ന പോലെയാണ് ധർമ്മ്യം ഭൂപ. അതും ഈ നകാരമാണ്. സാർ അത്ര ശക്തമായിട്ട് സർഗങ്ങൾ മറ്റിടത്ത് തുടങ്ങിയിട്ടില്ല. വളരെ ശക്തമായിട്ടുള്ള. അതെ 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 അതെ. ധർമ്മ്യം ഭൂപ സോദര്യ ജായാപഹരണം തവ സ്നാപകസ്യ മുനേസേയം വാണി പ്രാഗംബയദ്ധിശഃ. പക്ഷേ അതൊന്ന് വ്യക്തമാക്കിയേക്കാം. ഭൂപ എന്നാണ് സംബോധന, രാജൻ എന്ന അർത്ഥം. ഇവിടെ ന ധർമ്മ്യം, ധാർമ്മികതയല്ല. എന്ത്? തവ സോദരീയ ജായാപഹരണം, സോദരീയ ജായാപഹരണം തവ ന ധർമ്മ്യം. അങ്ങനെ എടുക്കാവും കൂടുതൽ നല്ലത്. മലയാളത്തിൽ അത് ശരിയല്ലെന്ന് പറയല്ലേ? അതായിരിക്കും അത് ശരിയല്ല. അതെ 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 അതെ. സോദരീയ ജായാപഹരണം, സഹോദരൻ്റെ ഭാര്യയെ അപഹരിക്കൽ, തവ അങ്ങയ്ക്ക് ന ധർമ്മ്യം, ധാർമ്മികതയല്ല. ധാർമ്മികതയല്ല എന്നാണ്, ന്യായമല്ല, ധാർമ്മികതയല്ല എന്ന് മുഖത്ത് നോക്കി പറയുന്നു. അതിനെ തുടർന്ന് ദേവസ്യാസാർ പറയും, സ്നാപകസ്യ മുനേഹേ സായം വാണി ദിശഃ പ്രാകമ്പയത്. സ്നാപക മുനിയുടെ ആ വാക്കുകൾ ദിക്കുകളെ പ്രകമ്പനം കൊള്ളിച്ചുവെന്ന്, ദിക്കുകളെ വിറപ്പിച്ചു കളഞ്ഞുവെന്ന്, അത്രയ്ക്കും ശക്തമായിട്ടാണ് ആ ഒരു പ്രതിഷേധ സ്വരമാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത്. വിറപ്പിച്ചുകൊണ്ടാണ് സാർ ആരംഭിക്കുന്നത്. അതെ അതെ അതെ. ന ധർമ്മ്യം ഭൂപ, നകാരം കൊണ്ട് ആരംഭിക്കുന്ന ഒരു സർഗമാണ്. ആ സർഗത്തിൽ 1-ാമത്തെ പദ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. തൊട്ടടുത്ത ശ്ലോകത്തിൽ അപ്പോൾ ഒരു സംശയം വരും, സ്നാപക മുനി മാത്രമാണോ ഇതിനെതിരെ പ്രതിഷേധിച്ചത്? അല്ലെങ്കിൽ ഇതിനെതിരെ വിയോജിപ്പ് ഇദ്ദേഹത്തിന് മാത്രമേ ഉണ്ടായുള്ളൂ? അല്ല, അവിടുത്തെ പ്രജകൾക്കുണ്ടായിരുന്നു. അവിടുത്തെ പ്രജകൾക്ക് രാജാവിൻ്റെ ഈ കുകർമ്മത്തോട് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ പേടി കൊണ്ടാരും പുറത്തു പറഞ്ഞില്ല, അടക്കം പറഞ്ഞതേ ഉള്ളൂ. അത് വളരെ നല്ലൊരു പ്രസ്താവനയാണ് ഇനി വരുന്നത്. കാരണം ഇന്നും ജനങ്ങൾ അടക്കം പറയുന്നുണ്ട്. ആർക്കും നേരിട്ട് പറയാനുള്ള പരാതിയുണ്ട്. വീട്ടിൽ പറയുന്നല്ലാതെ ആർക്കും നേരിട്ട് പറയാനുള്ള അല്ല. അതെ അതെ, തീർച്ചയായും. വളരെ വളരെ കുറച്ച് പേർ, വളരെ ചുരുക്കം ചില പേർ മാത്രമാണ് അത് ഒരു വിപ്ലവാത്മകതയോടുകൂടി ഈ നേർക്കുനേർ പറയുന്നത്. പക്ഷേ അവർ പോലും ചിലപ്പോൾ പിറ്റേ ദിവസം മാറ്റി പറയുന്നുമുണ്ട്, മലക്കം അറിയുന്നുമുണ്ട്. അങ്ങനെയൊന്നുമല്ല താൻ പറഞ്ഞത് എന്നും അത് ചാനലുകാർ അത് വളച്ചൊടിച്ചതാണെന്നുമൊക്കെ അവർ പറയുന്നു. അത് കേൾക്കുമ്പോൾ അവരോടുള്ള എല്ലാ മതിപ്പും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥ വിപ്ലവകാരിയുടെ കഥയാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മലക്കം അറിയാത്ത വിപ്ലവകാരിയുടെ കഥ. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് സമ്മാനമായി കിട്ടിയത് കാരാഗൃഹവാസവും വധശിക്ഷയുമാണ്. പക്ഷെ അദ്ദേഹം പിൽക്കാലത്തെ എല്ലാ വിപ്ലവകാരികൾക്കും ഒരു പ്രചോദനമായി തീർന്നു. വിത്തു പാകിയത് ഇദ്ദേഹത്തെ പോലെയുള്ളവരാണെന്ന് നമുക്ക് കാണാൻ കഴിയുമല്ലോ. അത് വലിയ കാര്യമാണ്. നമുക്ക് തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് വരാം. അച്ഛൻ പറഞ്ഞതുപോലെ അവിടുത്തെ ആളുകൾക്കും ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്നു, പക്ഷെ അടക്കം പറഞ്ഞതേ ഉള്ളൂ ഭയം കൊണ്ട്. ആ ശ്ലോകമാണ് തൊട്ടടുത്തത്. അനിന്ദൻ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകം. അതും നമുക്ക് കാവ്യ ആലപിച്ചു തരും. അനിന്ദൻ നൃപതേരേതത്
दुष्कृतं निभृतं जनाः वक्तुं तु सम्मुखं कोऽपि नोत्सेहे स्नापकादृते. അച്ഛാ ഇതുകൂടി ഒന്ന് വിശദീകരിച്ചേക്കാം. ജനാഹ ജനങ്ങളെക്കുറിച്ച് പറയുകയാണ്. ജനാഹ അനിന്ദൻ, ജനങ്ങൾ നിന്ദിച്ചു, കുറ്റപ്പെടുത്തി എന്ന് തന്നെ പറയുന്നു. നൃപത്തേഹേ ഏതത്ത് ദുഷ്കൃതം, രാജാവിൻ്റെ ഈ ദുഷ്കൃത്യത്തെ, ഈ കുകർമ്മത്തെ, ഈ ചീത്ത പ്രവൃത്തിയെ ജനങ്ങൾ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്തു. എങ്ങനെ? നിഭൃതം, ഒളിവിൽ, രഹസ്യമായിട്ട്, പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട്, ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് രഹസ്യമായിട്ടേ അവർ കുറ്റപ്പെടുത്തിയുള്ളൂ. പിന്നെയോ കോപി, ആർക്കും സമ്മുഖം വക്തും ന ഉത്സേഹേ, ആരും തന്നെ നേർക്കുനേർ പറയുവാൻ തുനിഞ്ഞില്ല. ന ഉത്സേഹേ എന്ന്, ആരും ഉത്സാഹിച്ചില്ല, ആരും മുതിർന്നില്ല, ആരും തുനിഞ്ഞില്ല. സ്നാപകാത് ഋതേ, സ്നാപകനെന്നിയെ, യോഹന്നാനെന്നിയെ ആരും നേർക്കുനേർ പറയുവാൻ തുനിഞ്ഞില്ല. എല്ലാവരും അടക്കം പറഞ്ഞു. ആർക്കും അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല എന്ന ദേവസ്യ. ഇതുണ്ടോ ബൈബിളിൽ? അങ്ങനെ പറയുന്നില്ല. അങ്ങനെ മാത്രമല്ല, ഇത് രാജഭരണമല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തല പോകും. അല്ല, പക്ഷേ അവർക്കും എല്ലാവർക്കും യോജിപ്പുണ്ടായിരിക്കാണ്. യോജിപ്പില്ലായിരുന്നല്ല പറയുന്നത്. അതെ അതെ അതെ. പക്ഷേ ഇത് ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. അതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ സാറിനൊരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സർഗമാണ്. നമ്മൾ ഗിരിപ്രഭാഷണം കണ്ടപ്പോൾ നമ്മൾ കണ്ടു, ക്രിസ്തു പറഞ്ഞ വലിയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊനം തട്ടാത്ത രീതിയിൽ വളരെ കീഴടക്കത്തോടും മനസ്സടക്കത്തോടും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ സർഗത്തെ പോലെ സാറിൻ്റെ ഭാവനകൾ വിടരുന്നത് ഒരു സംസ്കൃത മഹാകവിയെ നമുക്ക് കാണാൻ പറ്റുന്ന, ശരിക്കും കാണാൻ പറ്റുന്ന ഒരു സർഗം കൂടിയാണിത്. ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ബൈബിളിൽ ഈ സംഗതി നമ്മളൊന്ന് പകർത്തി എഴുതിയാൽ ഒരു പേജ് പോലും വരില്ല. അതാണ് ഇവിടെ ദേവസ്യ സാറ് 40ഓളം പദ്യങ്ങൾ കൊണ്ട് വിവരിച്ചിരിക്കുന്നത്. ഇവിടെ സാറ് മറ്റ് ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചതിൻ്റെ തെളിവുകളും കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം വെച്ചാൽ ഇവിടെ യോഹന്നാൻ ഇത് നേർക്കുനേർ പറഞ്ഞപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ആശങ്കപ്പെട്ടു. കാരണം യോഹന്നാൻ ശിക്ഷയ്ക്ക് വിധേയനാകുമല്ലോ, രാജശിക്ഷയ്ക്ക് യോഹന്നാൻ വിധേയനാകും, രാജശിക്ഷ യോഹന്നാന് ലഭിക്കും എന്നോർത്ത് യോഹന്നാൻ്റെ ശിഷ്യന്മാർ ദുഃഖിച്ചു, ആശങ്കപ്പെട്ടു എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. യോഹനസ്യ കൃതേ ശിഷ്യാഹ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകം നമുക്കായി കാവ്യ ആലപിച്ചു തരും. യോഹനസ്യ കൃതേ ശിഷ്യാ ബഭൂവുർഭയവിഹ്വലാഃ ആശങ്ക്യ രാജാ ധിക്കാര ദണ്ഡനീതിമനുക്ഷണം. അച്ഛാ ഇതുകൂടി ഒന്ന് വിശദീകരിച്ചേക്കാം. ഇവിടെ ശിഷ്യാഹ ഭയവിഹ്വലാഹ ബഭൂവു, ശിഷ്യന്മാർ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഭയചകിതരായി തീർന്നുവെന്ന്. അവർ ആശങ്കപ്പെടാനുള്ള കാരണം എന്താണ്? രാജാധിക്കാര ദണ്ഡനീതിം ആശങ്ക, രാജാവിനെ ധിക്കരിച്ചുവല്ലോ, അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ദണ്ഡനീതി, ശിക്ഷ, അതിനെക്കുറിച്ചാണ് അവർ ആശങ്കപ്പെട്ടത്. അങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ട് ആർക്കു വേണ്ടി? യോഹനസ്യകൃത്തെ, യോഹന്നാന് വേണ്ടി ആശങ്കപ്പെട്ടുകൊണ്ട് അവർ ഭയവിഹ്വലാഹ ബഭൂവുഹു, എപ്പോൾ അനുക്ഷണം, പ്രതിനിമിഷം അവർ ഭയചകിതരായി തീർന്നു എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ക്രിസ്തു മരിച്ചതിന് ശേഷവും ജീവിച്ചിരിക്കുന്ന കാലത്തും യോഹന്നാന് നല്ലൊരു ശിഷ്യ സമൂഹം ഉണ്ടായിരുന്നു. കൂടുതലും ഈശോയ്ക്കായിരുന്നു, ക്രിസ്തുവിനായിരുന്നു. എങ്കിലും വളരെ അതിനോട് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ശിഷ്യ സമൂഹം ഉണ്ടായിരുന്നു. കാരണം അത് യോഹന്നാൻ്റെ ആ ശക്തമായ വ്യക്തിത്വത്തിൻ്റെ ഒരു വലിയൊരു ധാർമ്മികാചാര്യനായിട്ട് ഒരു കാണുന്നതായിരുന്നു. ശിഷ്യന്മാർ നല്ല, അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ കാണും ഈ രാജാവ് കാല് പിടിക്കുന്നവരെ യോഹന്നാൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്, എങ്ങനെയെങ്കിലും മാറ്റിയെന്ന് പറ. കാരണം ശിഷ്യന്മാർ അത്ര യോഹന്നാൻ പറഞ്ഞ എന്തും ചെയ്യും, അത്രമാത്രം ശക്തമായൊരു ശിഷ്യനിരയുടെ നേതാവായിരുന്നു യോഹന്നാൻ. അതാണിപ്പോൾ വരുന്നത്. അതാണിപ്പോൾ അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. രാജാവ് നേരിട്ട് ചെന്ന് അദ്ദേഹത്തോട് ഈ വിമർശനം പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു. ഇന്നും നടക്കുന്നുണ്ട് അതൊക്കെ. വിമർശനം ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ അത് പിൻവലിപ്പിക്കാനായിട്ട് ആർ വിമർശന വിധേയരായോ അവർ ആ ഉന്നത ഭരണാധികാരികൾ ശ്രമിക്കുകയില്ല, ഇന്നും ശ്രമിക്കുന്നുണ്ട്. അനുനയത്തിലൂടെയോ അല്ലെങ്കിൽ ഭീഷണിയിലൂടെയോ. ഇവിടെ പക്ഷേ ഭീഷണിയല്ല, അനുനയമാണ് രാജാവ് സ്വീകരിക്കുന്നത്. കാരണം അത്രമാത്രം അച്ഛൻ പറഞ്ഞതുപോലെ യോഹന്നാന് ജനസമ്മതി ഉണ്ടായിരുന്നു. ആ ജനസമ്മതിയെ പേടിച്ചിട്ടാണ്, അല്ലാതെ യോഹന്നാനോടുള്ള ഒരു സ്നേഹമോ മമതയോ കൊണ്ടൊന്നുമല്ലല്ലോ. അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. തമാഹൂയൈകതാ ഭൂപഹ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. വിളിച്ചു വരുത്തിയാണ് രാജാവ് യോഹന്നാനോട് ഈ അനുനയ ഭാഷണത്തിലൂടെ ആ വിമർശനം പിൻവലിക്കുവാൻ ആവശ്യപ്പെടുന്നത്.
തമാഹൂയ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകവും കാവ്യ നമുക്കായിട്ട് ആലപിച്ചു തരും. തമാഹൂയൈകതാ ഭൂപഃ സ്നാപകർഷിം പ്രലോഭനൈഃ യയാചേ പ്രതിസംഹാരം സ്വഭർസ്നഗിരാം മുഹുഃ. അച്ഛാ, ഇതുകൂടി ഒന്ന് വിശദീകരിച്ചേക്കാം. ഇവിടെ ഏകത ഒരിക്കൽ ഭൂപഹ രാജാവ് ആഹൂയ വിളിച്ചു വരുത്തിയിട്ട് ആരെ തം സ്നാപകർഷ്യം, ഇവിടെ ഋഷി പദമാണ് ഉപയോഗിക്കുന്നത്. അത് മനോഹരമാണ്. ഇവിടെ യോഹന്നാൻ മുനി എന്നാണ് ഋഷി. ഭാരത പശ്ചാത്തലത്തിൽ നമ്മുടെ നേരത്തെ യൂസഫ് പിതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം സൂചിപ്പിച്ച പോലെ ഈ ക്രൈസ്തവ സങ്കല്പങ്ങൾക്ക് ഒരു ആഴം, അർത്ഥഗരിമ കിട്ടുന്നുണ്ട്. തീർച്ചയായും വെറും ഒരു പ്രവാചകന് യഹൂദ പശ്ചാത്തലം ഒത്തിരി അർത്ഥമുണ്ട്. എങ്കിലും ആ അർത്ഥത്തോട് ഈ അർത്ഥം കൂടെ കൂടിച്ചേരുമ്പോൾ ഒരു കൂടുതൽ വികസിതമായൊരു അർത്ഥം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്നാപകർഷിയെ, സ്നാപക മുനിയെ വിളിച്ചു വരുത്തിയിട്ട് യാചിച്ച് അങ്ങോട്ട് ഇരക്കുകയാണ്. രാജാവ് ഇരക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെട്ടത്? സ്വഭർസ്നഗിരാം പ്രതിസംഹാരം. ആ ശകാര വാക്കുകൾ പിൻവലിക്കുവാൻ ആവശ്യപ്പെട്ടു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിമർശനം ഉന്നയിച്ചുവല്ലോ താങ്കൾ, അത് പിൻവലിക്കുവാൻ ആവശ്യപ്പെട്ടു. വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. മുഹുഹു എന്നൊരു വാക്കുണ്ട്. കൂടെ കൂടെ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ കൂട്ടാക്കുന്നില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് മുഹുഹു എന്ന പദം കൊണ്ട്. കൂടെ കൂടെ വിളിച്ചു വരുത്തി രാജാവ് ആവശ്യപ്പെട്ടു അത്രേ. അപ്പോൾ എങ്ങനെ? ഭീഷണിയാലല്ല, പ്രലോഭനങ്ങളാൽ. ഇന്നൊക്കെ ആണെങ്കിൽ ഭീഷണി ആയിരിക്കും, അന്ന് പ്രലോഭനങ്ങളേ ഉള്ളൂ. പ്രലോഭനങ്ങൾ. രാജാവാന്ന് ഓർക്കണം, ഇന്നത്തെ ഒരു ഭരണാധികാരിയെക്കാളും ശക്തനാണ്. അന്ന് ഈ ജനാധിപത്യവുമല്ല, സ്വേച്ഛാധിപത്യവുമാണ്. എന്നിട്ടും യോഹന്നാൻ്റെ ജനസമ്മതിയിൽ അതിശയിച്ച രാജാവ് അദ്ദേഹത്തെ പ്രലോഭനങ്ങൾ കൊണ്ട് വശീകരിക്കുവാനാണ് ആഗ്രഹിച്ചത്, അല്ലാതെ ഭീഷണിയൊന്നും മുഴക്കുന്നില്ല. വളരെ പിന്നീടാണ് അദ്ദേഹത്തെ കാലഗ്രഹത്തിൽ ബന്ധിക്കുകയും മറ്റും ചെയ്യുന്നത്. അതും അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പ്രേരണയാൽ ആണെന്ന് നമുക്ക് കാണാനിരിക്കുന്നു. തൊട്ടടുത്ത ശ്ലോകത്തിൽ കവി പറയും യോഹന്നാൻ്റെ ഉത്തരം എന്താണ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ്. ഇങ്ങനെ കൂടെ കൂടെ വന്ന് യോഹന്നാനെ വിളിച്ചു വരുത്തി അങ്ങ് ഉന്നയിച്ച വിമർശനമൊക്കെ പിൻവലിക്കൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ യോഹന്നാൻ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് വളരെ മനോഹരമായി ചില ഉദാഹരണങ്ങളോടുകൂടി പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. തർജനാ വജ്രഘാതൈശ്ച സ്നാപകാഖ്യ ശിലോച്ഛയഃ. അച്ഛാ, നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ദേവസ്യ സാർ സ്നാപക യോഹന്നാനെ വർണ്ണിക്കുന്നതെന്ന് ഒറ്റ വാക്കുകൊണ്ട്. സ്നാപകാഖ്യ ശിലോച്ഛയഃ. ശിലോച്ഛയ എന്നാണ് സ്നാപകനെ വിളിക്കുന്നത്. ശില നമുക്കറിയാം കല്ലാണ്. ഉച്ചയ എന്ന വാക്കിന് കൂട്ടമെന്നർത്ഥമാണ്. അപ്പോൾ ശിലോച്ഛയ കല്ലിൻ്റെ കൂട്ടമാണ്. അത് സാമാന്യമായ അർത്ഥമാണെങ്കിൽ പൊതുവായ അർത്ഥം പർവ്വതം എന്നാണ്. അപ്പോൾ സ്നാപകൻ എന്നു പേരായ പർവ്വതം എന്നാണ് അദ്ദേഹം. അങ്ങനെയാണ് ഇതിൻ്റെ അതെ 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 അപ്പോൾ സ്നാപകൻ എന്നു പേരായ പർവ്വതം, അത് മുതലാണ് അന്വയം ആരംഭിക്കുക. സ്നാപകാഖ്യ ശിലോച്ഛയ, സ്നാപകൻ എന്നു പേരായ പർവ്വതം. ഇത് കേട്ടിട്ട് എങ്ങനെ പ്രതികരിച്ചു അതിനെക്കുറിച്ച് പറയുന്നു. സാമവൃഷ്ടിഭിഹി ദ്രവീകൃത നാഭവത് എന്ന്. സാമവചനങ്ങൾ, അനുനയ വചനങ്ങളാണല്ലോ അദ്ദേഹം നടത്തിയത്. സാമവൃഷ്ടിഭിഹി അനുനയ വാക്കുകളുടെ ഒരു വർഷണമാണ്. അപ്പോൾ സാമവർഷത്താൽ, ഈ അനുനയ വാക്കുകളുടെ വർഷണത്താൽ ദ്രവീകൃത നാസീത് എന്ന് അലിയാൻ കൂട്ടാക്കിയില്ല. അനുനയ വാക്കുകളുടെ വർഷണമേറ്റിട്ടും ആ സ്നാപകൻ എന്നു പേരായ പർവ്വതം അലിഞ്ഞില്ല. അതിനുശേഷം രാജാവ് തൊട്ടടുത്തതായിട്ട് നമുക്കറിയാം ഭീഷണിയിലേക്ക് കടക്കുമല്ലോ. അപ്പോൾ ഭീഷണിയാകുന്ന വജ്രപ്രഹരമേറ്റ് പിളർന്നുമില്ല. അതാണ് തൊട്ടടുത്തത് പറയുന്നത്. തർജന വജ്രഘാതൈഹി ന വിധാരിതഃ ച. തർജന ഭീഷണിയാകുന്ന വജ്രഘാതൈ വജ്രപ്രഹരമേറ്റ് ന വിധാരിതഃ പിളർന്നുമില്ല. അപ്പോൾ എന്തു ചെയ്യും ഇങ്ങനെ ഒരു മനുഷ്യനെ? അതാണ് ദേവസ്യ സാറ് ഉദ്ദേശിക്കുന്നുണ്ടാവണം. അതായത് ഇത് രണ്ടല്ലേ ചെയ്യാൻ സാധിക്കൂ. ഒരു മനുഷ്യനെ നമുക്ക് ഇങ്ങനെ അനുനയിപ്പിച്ച് കൊണ്ടുവരാം, പക്ഷേ അനുനയത്തിലൂടെ അലിയുന്നുമില്ല. ഇനി ഭീഷണിപ്പെടുത്തിയാൽ പിളരുന്നുമില്ല, വഴങ്ങിത്തരുന്നുമില്ല. അങ്ങനെ ഉറപ്പോടുകൂടി അദ്ദേഹം ഒരു പർവ്വതം എങ്ങനെ ഇരിക്കണമോ അങ്ങനെ തന്നെ ഉറപ്പോടുകൂടി സ്നാപകൻ എന്ന പർവ്വതം നിലകൊണ്ടു.
പ്രതികരണശേഷിയുടെ അങ്ങേയറ്റമാണത്. ഈ പർവ്വതം വലിയൊരു ധാർമ്മികത വാളും പിടിച്ച് നിൽക്കുകയാണ്. അതെ 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 അതെ. അച്ഛാ, ഇവിടെ ഹേരോദ് എന്ന രാജാവ് അദ്ദേഹത്തോടൊരു മമതയും സ്നേഹമൊന്നും ഇല്ലെങ്കിൽ പോലും ആ സമ്മതിയെ പേടിച്ചുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, ഹേരോദിൻ്റെ ഭാര്യയ്ക്ക്, യഥാർത്ഥത്തിൽ ഏതോ ഹേരോദിൻ്റെ സഹോദര പത്നിയാണല്ലോ ഇന്ന് ഹേരോദിൻ്റെ ഭാര്യ, അവർക്ക് പക്ഷേ ഒന്നും നോക്കാനില്ല. അവർ ഒരു ക്രോധോന്മത്തയാണ്, ക്രോധം കൊണ്ടവർ ജ്വലിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രേരണയാലാണ് പിന്നെ രാജാവ് പ്രവർത്തിക്കാൻ പോകുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഏറ്റവും ക്രൂര കഥാപാത്രം എന്ന് പറയുന്നത് ഹെറോദോസിൻ്റെ ഭാര്യയാണ്. അതെ അതെ അതെ, ഏറ്റവും ക്രൂര കഥാപാത്രമായി ഇതുപോലെ ക്രൂര കഥാപാത്രത്തെ ബൈബിളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നി. ഹേരോദിയ എന്നാണ് അവരറിയപ്പെടുന്നത്, ഹേരോദിന്റെ ഭാര്യയായതിന് ഇതിന്റെ അവസാനം വരെ നമുക്ക് കാണാം. അതെ 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 അതെ, അതിന്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അതെ അതെ അതെ. അപ്പോൾ അവരാൽ പ്രേരിതനായിട്ട് രാജാവ് യോഹന്നാനെ കാരാഗൃഹത്തിൽ ബന്ധിച്ചു എന്ന് പറയുന്ന ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. തതഃ സ്വപ്രിയയ ക്രോധോന്മത്തയ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകം നമുക്കായി കാവ്യ ആലപിച്ചു തരും. തദസ്വപ്രിയയാ ക്രോധോന്മത്തയാ ദത്തചോദനഃ പൂർവോക്തവൻ മുനിം ധീരം കാരാഗാരേ ബബന്ധസഃ. അച്ഛാ, നമുക്കിത് കൂടി ഒന്ന് വിശദീകരിച്ചേക്കാം. തതഃ തുടർന്ന് എന്ന് വെച്ചാൽ ഒട്ടേറെ രാജാവ് ഇങ്ങനെയൊക്കെ ശ്രമങ്ങൾ നടത്തി ഒന്നും വിജയിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. തുടർന്ന് സ്വപ്രിയയ ക്രോധോന്മത്തയ ദത്തചോദന, അദ്ദേഹം പ്രേരിതനായി തീർന്നു. ദത്തചോദന എന്നാണ് ദേവസ്യ സാറിൻ്റെ വാക്ക്. ഒരു പ്രചോദനം കിട്ടി, ഒരു പ്രേരണ. അപ്പോൾ പ്രേരിതനായിട്ട് ആരാൽ? സ്വപ്രിയയ, തൻ്റെ ഭാര്യയാൽ. വിശേഷണമുണ്ട് ക്രോധോന്മത്തയ, കോപം കൊണ്ട് മത്തുപിടിച്ച തൻ്റെ ഭാര്യയാൽ പ്രേരിതനായിട്ട് എന്തു ചെയ്തുവത്രേ? കാരാഗാരെ ബബന്ധ എന്ന്. ആരെ? മുനിയെ. എങ്ങനെയുള്ള മുനിയെ? ധീരം മുനി, ധീരനായ ആ മുനിയെ കാരാഗാരെ ബബന്ധ, കാരാഗൃഹത്തിലടച്ചു, തുറുങ്കിലടച്ചു. ഇവിടെ മത്തുപിടിച്ച് രണ്ടുപേരെ നോക്കണം. ഒന്ന് ക്രോധം കൊണ്ട് മത്തുപിടിച്ച് ഹെറോദയെയും, പിന്നെ മദ്യം കൊണ്ട് പിടിക്കാൻ പോകുന്നു. അതെ, പിടിക്കാൻ പോകുന്ന രാജാവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും അടുത്ത ശ്ലോകങ്ങളിൽ. തൊട്ടടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേകതരം ശ്ലോകമാണ്. ഈ ഭഗവത്ഗീതയിലുണ്ടല്ലോ യഥാ യഥാ ഹി ധർമ്മസ്യ, അതിനെ അനുകരിച്ചുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ഒരു ശ്ലോകം ദേവസ്യ സാർ ചമച്ചിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തും. അതേ വാക്കുകൾ ഉപയോഗിച്ചു. പക്ഷേ അതിനുശേഷം പിന്നീട് പറയാൻ പോകുന്നതൊക്കെ തന്നെ വ്യത്യസ്തമായ ആശയമാണ്. ഗീതയിലെ പദ്യം മുന്നോട്ട് വയ്ക്കുന്ന ആശയം വേറെ, ഈ ആശയം വേറെ. പക്ഷേ ഗീതയിലെ ആ ശ്ലോകത്തെ, പ്രസിദ്ധമായ ആ ശ്ലോകത്തെ അനുകരിക്കുന്ന ഒരു ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ എന്നാരംഭിക്കുന്ന ഗീതയിലെ വാക്യമല്ലേ? അതെ അതെ. തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഇതിൽ പറയുന്നത് ഒരു പൊതുവായ തത്വമാണ്. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കാം. അതെ, കാവ്യം നമുക്കായിട്ട് അത് ആലപിച്ചു തരും. യഥാ യഥാ ഹി ധർമ്മസ്യ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക്. യഥാ യഥാ ഹി ധർമ്മസ്യ ഹേതോഃ സത്യമഗാദിഷു ധീരസത്വാ അപീഡ്യന്താ സ്വാർത്ഥിഭിഃ ശാസകൈസ്തഥാ. അച്ഛാ, നോക്കൂ, നമ്മുടെ ഗീതയിലെ ശ്ലോകം ഒന്ന് ആലോചിച്ചാൽ, ഒന്നോർത്താൽ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനി, ധർമ്മത്തിന് ച്യുതിയും ധർമ്മത്തിന് നാശവും, അധർമ്മസ്യ ഉത്ഥാനം, അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുന്നുവോ, അപ്പോൾ അഹം ആത്മാനം സൃജാമി, ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കും എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ്. ഇവിടെ ഭാരത എന്ന അർജുനനെ സംബോധന ചെയ്തുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ഒരു ശ്ലോകമാണ്. അതിനനുകരിച്ചുകൊണ്ട് തീർത്തും വ്യത്യസ്തമായൊരു പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ദേവസ്യ സാർ പറയുന്നു. സാംസ്കാരിക സമന്വയത്തിന് നല്ലൊരു ഉദാഹരണം. അതെ, തീർച്ചയായും. അത് ഒട്ടും വെച്ച് കെട്ടാതെ മടിച്ചിരിക്കാതെ നല്ല നന്നായിട്ട് ഇണങ്ങുന്ന രീതിയിൽ. അതെ, ഇവിടെ നോക്കൂ, യഥാ യഥാ ഹി ധർമ്മസ്യ, എപ്പോൾ ധർമ്മത്തിന്, ഇവിടെ ധർമ്മസ്യ ഹേതോ, ധർമ്മത്തിൻ്റെ പേരിൽ ധീരസത്വാഹ സത്യം അകാദിഷു, ധർമ്മത്തിൻ്റെ പേരിൽ, ധാർമ്മികതയുടെ പേരിൽ എപ്പോൾ ധീരസത്വാ, ധീരാഭിമാനികൾ, ധീരാത്മാക്കൾ സത്യം പറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ തഥാ, അപ്പോൾ അവർ
സ്വാർത്ഥിഭിഹി ശാസകൈഹി അപീഡിയന്ത. സ്വാർത്ഥമതികളായ ഭരണാധികാരികളാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടേയുള്ളൂ. എപ്പോൾ ഈ ധാർമ്മികതയുടെ പേരിൽ ധീരാത്മാക്കൾ സത്യം പറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ അവർ സ്വാർത്ഥമതികളായ ഭരണാധികാരികളാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടേ. എത്ര മനോഹരമായ ആശയമാണ്. ഇന്നും നമുക്ക് എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ലഭിക്കില്ല. യഥാഹി ധർമ്മസ്യ അച്ഛൻ പറഞ്ഞതുപോലെ ഭഗവത്ഗീതയിലെ പദ്യത്തിൻ്റെ ഛായയോടുകൂടി തുടങ്ങി വ്യത്യസ്തമായ ആശയത്തിലേക്ക് കടന്ന ഒരു പദ്യമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇന്ന് വേറൊരു വ്യത്യാസമുണ്ട്. ഇന്ന് സ്വച്ഛാധിപത്യങ്ങൾക്കും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും പണ്ടത്തെ ഭരണാധികാരികളെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ സഹായം കൂടിയുണ്ട്. പണ്ട് നമ്മുടെ മനസ്സ് വിചാരിക്കുന്ന കാര്യം പോലും ഇവർക്ക് ഇന്ന് കണ്ടെത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റകളിൽ നിന്ന് കാര്യങ്ങളെല്ലാം ശേഖരിക്കാനും അങ്ങനെ പണ്ടത്തെക്കാളും ക്രൂരമായിട്ട് ശിക്ഷിക്കാനും കാര്യങ്ങളെ കൂടുതൽ കണ്ടെത്താനുള്ള കരുത്ത് ഇന്നത്തെ ഭരണാധികാരികൾ കൂടിയിരിക്കുകയാണ്. അതെ, തീർച്ചയായും. അപ്പോൾ സ്നാപക യോഹനസ്യ വധഃ എന്ന പേരിലെ ദേവസ്യ സാറ് വിവരിക്കുന്ന ഈ അധ്യായത്തിൽ, അതായത് സ്നാപക യോഹന്നാൻ്റെ വധത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ദേവസ്യ സാറ് വളരെ മനോഹരമായിട്ട് ഈ അധ്യായത്തിൽ നൽകുന്നുണ്ട്. ഇനിയും ഒട്ടേറെ പദ്യങ്ങൾ, ശ്ലോകങ്ങൾ ഇതിൽ ബാക്കിയുണ്ട്. അത് നമുക്ക് വരും എപ്പിസോഡുകളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാം. ഗുഡ്നെസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.